എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 21ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായി, ഊഷ്മളമായി, സാദരം, സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് അധികം സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു വലിയ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നു. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, യൂട്യൂബ് അധികൃതർ എന്നെ അഭിനന്ദിച്ചിരിക്കുന്നു. എന്താണ് ഞാൻ അഭിനന്ദിച്ചത്? എൻ്റെ വീഡിയോസിലെ വാച്ച് അവർ 10,000 അവേഴ്സ് കടന്നു. മാത്രമല്ല, മറ്റു ഭാഷകളിൽ എൻ്റെ വീഡിയോസ് കാണുന്നതിനായി മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്ന അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്തതായിട്ടും അവരറിയിച്ചു. അതൊരു വലിയ അംഗീകാരമാണല്ലോ. അതിനൊക്കെ ഉത്തരവാദി ആരാണ്? കാരണക്കാർ ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ മാത്രമാണ് അതിന് കാരണക്കാർ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തതുകൊണ്ട്, നിങ്ങൾ അത് ഷെയർ ചെയ്തുകൊണ്ട്, അനുകൂലമായും പ്രതികൂലമായും കമൻറ്റുകൾ അഥവാ പ്രതികരണങ്ങൾ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും പ്രത്യേകം ഇത് എനിക്ക് അതിരറ്റ കൃതജ്ഞതയുണ്ട്. അത് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ എൻ്റെ നന്ദിയും നിങ്ങളോട് പറയുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ മെയ് 31-ാം തീയതി എൻ്റെ ഭാര്യ റിട്ടയർ ചെയ്തു. അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു സമ്മതപത്രം വെക്കേണ്ടതായി വന്നു. അതായത് എഗ്രിമെൻറ്റ്, കരാർ എന്നൊക്കെ പറയും നമ്മൾ. ആ കരാർ എനിക്ക് കാണിച്ചു തന്നു. ഒരു A4 ഷീറ്റിൻ്റെ 3/4 ഭാഗമുണ്ട്. അത് ഒറ്റ വാചകമാണ്. 3/4 ഷീറ്റുകളും വരുന്ന ഒറ്റ വാചകം. അത് കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത്തരം വാചകങ്ങൾ എഴുതാനും അതുപോലെ സ്വന്തമായി വായിക്കാനും വായിച്ച് മനസ്സിലായാലേ ഓഫീസിലൊക്കെ ജോലി ചെയ്യാൻ ശരിക്കും സാധിക്കുകയുള്ളൂ. കാരണം ഉത്തരവുകളൊക്കെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ ലെവലിലുള്ള വാചകങ്ങൾ പൂർണ്ണമായി എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അപ്പോൾ ആ നിലവാരത്തിലേക്ക് പഠിതാക്കളെ കൊണ്ടുവരണമെന്നതായിരുന്നു ഭാര്യയുടെ ആവശ്യം. തീർച്ചയായിട്ടും ആവശ്യം നിറവേറ്റി കൊടുക്കും. ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏകദേശം 2 മാസത്തിനുള്ളിൽ വാചകങ്ങൾ എഴുതി പഠിപ്പിച്ച് തുടങ്ങും. അതുപോലെ തന്നെ ഈ ലെവലിലെ വാചകങ്ങൾ അതിതാമസാരെ എഴുതി പഠിപ്പിക്കുകയും ചെയ്യും. ഏകദേശം ഇപ്പോൾ 6 മണിക്കൂർ നമ്മൾ പിന്നിട്ടു. ഇനി ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഏറി വന്ന ഒരു 9 മണിക്കൂറിൻ്റെ ക്ലാസ് വേണ്ടി വരുള്ളൂ നമ്മുടെ പഠനം തീരാൻ. അതുകൊണ്ട് അല്പം ക്ഷമയോടെ കാത്തിരിക്കുന്നത് അഭ്യർത്ഥിക്കുന്നു. തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പിന്നെ കുറേ വിശദീകരണം പറയുന്നുണ്ട് ആളുകൾ. പക്ഷെ അതില്ലാതെ പറ്റില്ല എന്ന് എനിക്കറിയാം. മറ്റു പലർക്കും അറിയില്ല എങ്കിലും. കാരണം ചിലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് കുറേ പറയുക, ഇംഗ്ലീഷ് കുറേ കേൾക്കുക, ഇംഗ്ലീഷ് കുറേ എഴുതുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ കിട്ടുമെന്നാണ് ധരിച്ചിരിക്കുന്നത്. അത് മടയത്തരമാണ്. അനുഭവമില്ലായ കൊണ്ട് പറയുന്നതാണ്. കാരണം എൻ്റെ അടുത്ത് 2-3 പേരുണ്ട്. ബിരുദാനന്തരം പാസ്സായി. അതും കഴിഞ്ഞ് പിന്നെയും പഠിച്ചു, PhD എടുത്തു. അതായത് ഒരു ലേഡി MAക്ക് റാങ്ക് മേടിച്ചു, BEd എടുത്തു, LLB എടുത്തു. മറ്റൊരു സ്ത്രീ BSc പാസ്സായി, LLB എടുത്തു. വേറെ വെച്ച് MSc എടുത്തു, PhD എടുത്തു. അപ്പോൾ അവരത്ര കൊല്ലം പഠിച്ചിട്ടുണ്ട്. 9, 10, 12 കൊല്ലമൊക്കെ പഠിച്ച ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ സഹായം തേടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവരുടെ അവസ്ഥ? അതിലെ ഗോൾഡ് റാങ്ക് മേടിച്ച സ്ത്രീ, അവർ ജോലി നിരസിച്ചു. അവർക്ക് ലെക്ചറുടെ പോസ്റ്റ് കിട്ടിയതാണ്. എന്താ കാരണം എന്നറിയോ? ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ കോൺഫിഡൻസ് ഇല്ല. നോട്ടൊക്കെ ഇംഗ്ലീഷിൽ കൊടുക്കണ്ടേ?
അവർ ചോദിക്കുന്ന മറുപടി ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറ്റില്ല എന്ന് പേടിച്ചിട്ട്. അപ്പോൾ അവർ ഇംഗ്ലീഷ് അവർ ഈ അതായത് അവർ SLC കഴിഞ്ഞിട്ട് മുഴുവൻ ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകൾ കേട്ടത്, പുസ്തകങ്ങൾ വായിച്ചത്, പരീക്ഷകൾ എഴുതി. ഇതൊക്കെ നടന്നിട്ട് എന്താ അവർക്ക് ഇംഗ്ലീഷ് കിട്ടാൻ ഈ വായിക്കാനിച്ചിട്ടാണോ, ഇംഗ്ലീഷ് കേൾക്കാഞ്ഞിട്ടാണോ, ഇംഗ്ലീഷ് എഴുതാഞ്ഞിട്ടാണോ? എന്തേ? ആ ഒരു കാര്യം കൂടി ഉണ്ട്. ആ ഒരു കാര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ആ കാര്യം കൂടി എന്താണെന്ന് എനിക്കറിയാം. അതും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഞാൻ മുൻപേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേവലം പഠനം കൊണ്ട് സാധ്യമില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് ക്ഷമയോട് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ വാചകങ്ങൾ പഠിക്കാൻ അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്ജക്റ്റീവിനെ കുറിച്ച് ചെറുതായി ഒന്ന് പഠിച്ചു. അതായത് ഒട്ടു മുമ്പത്തെ ക്ലാസ്സിൽ പ്രപ്പോസിഷനെ കുറിച്ച് പഠിച്ചു. ഞാൻ പ്രത്യേകം എങ്ങനെ പഠിക്കുന്നത് പറഞ്ഞിരുന്നു. മുതൽ എന്നുള്ള ഇംഗ്ലീഷ് എന്താ? ഫ്രം. വര എന്നുള്ള ഇംഗ്ലീഷ് എന്താ? ടു. കുറുകെ എന്നുള്ള ഇംഗ്ലീഷ് എന്താ? അക്രോസ്. നിലന എന്നുള്ള ഇംഗ്ലീഷ് എന്താ? ലോങ്. കൊണ്ട് എന്നുള്ള ഇംഗ്ലീഷ് എന്താ? വിത്ത്. ഇതേപോലെ ചട്ടപ്പെടാന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ആ നിലയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിക്കണമെന്നായിരുന്നു ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്, അല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഇനി വരുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ, അതായത് പ്രപ്പോസിഷണൽ ഫ്രേസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാനും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ 1-2 ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപ്പോസിഷണൽ ഫ്രേസ് എഴുതാൻ പഠിപ്പിക്കുകയായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് അതെല്ലാം ബൈ ഹാർട്ടാക്കി വെക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ 20ാമത്തെ ക്ലാസ്സിൽ അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അധികം വിശദീകരണം കൂടാതെ ഞാൻ കുറേ അഡ്ജക്റ്റീവുകൾ ഒരു പട്ടിക തന്നിരുന്നു, അല്ലേ? നിങ്ങൾക്ക് കഴിയുന്നത്ര പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1-2 പ്രാവശ്യമെങ്കിലും അത് വായിച്ചോ? അതിനുള്ള ഒരു ക്ഷമ കാണിച്ചോ? അങ്ങനെ ഒന്ന് വായിക്കെങ്കിലും വേണം, അവിടെ പ്രത്യേകം നിരീക്ഷിക്കുകയും വേണം. ചെറിയൊരു നിരീക്ഷണ പാവത്തോടു കൂടി വേണം വായിക്കാനായിട്ട്. വെറുതെ കേവലം ഇപ്പോൾ പിള്ളേർ റീൽസ് കാണില്ലേ, തട്ടി കളയുക, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, നമ്മൾ നിരീക്ഷിച്ച് പഠിക്കണം. കാരണം നിരീക്ഷണം വളരെ ഇമ്പോർട്ടൻ്റാണ്. ചില പിള്ളേരൊക്കെ സ്കൂളിൽ ഭയങ്കര നിരീക്ഷണമുള്ള പിള്ളേരാണ്. എൻ്റെ അടുത്ത് കൂടി ഭയങ്കര നിരീക്ഷണം അവന്. ഒരു ദിവസം ഇൻ്റർവെല്ലിൽ ബെല്ലടിച്ചപ്പോൾ ഞങ്ങൾ മൂത്രപ്പുരയിലേക്ക് പോയി. അവന് കൂടെ വന്നു. അപ്പോൾ നമ്മുടെ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ വേഗം പോക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് നോക്കിയപ്പോൾ ചോക്കത്ത് വേഗം കമലം പ്ലസ് റപ്പായി എന്ന് എഴുതി വെച്ചു. ഇതാരോടും പറഞ്ഞു കഴിഞ്ഞ് തലേമ കിഴക്കട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്നേക്കാളും തടിയുള്ളല്ല, ഒരു മല്ലനാവാൻ, ഞാനല്ലനും. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ അവനോട് ചോദിച്ചു, ഇതെന്തിനാണ് ഇത് എഴുതി വെച്ചേന്ന്, എന്തൊക്കെ കാര്യമെന്ന്. അപ്പോൾ സുന്ദരിയായിട്ടുള്ള കമലൻ ടീച്ചറും ചെറുപ്പക്കാരനായിട്ടുള്ള റപ്പായി മാഷും കോണിച്ചോറിലും കുറച്ച് നേരം അധികം സംസാരിക്കുന്നത് കണ്ടു. അപ്പോഴേക്കും അവൻ നിഗമനത്തിലെത്തി, എന്തെന്ന്, അവർ ലവ് ആണെന്ന്. അതാണ് ഇത്ര എഴുതി വെച്ചത്. അപ്പോൾ പണ്ടൊക്കെ കടിക്കുന്ന കാലത്ത് എല്ലാ തോന്നിയാസങ്ങളും എഴുതി വയ്ക്കാനുള്ള സ്ഥലമാണ് എന്ത്, ഈ മൂത്രപ്പുരയുടെ ചുമരുകൾ. പിള്ളേരുടെ പണിയാണത്. ഇന്ന് ചിലവരിപ്പോൾ സോഷ്യൽ മീഡിയ അതുപോലെ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സൊക്കെ പണ്ടത്തെ മൂത്രപ്പുരയുടെ ചുമരായിട്ടാണ് കരുതിയിട്ടുള്ളത്. തോന്നിയാസൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. നല്ലതാണ്, ഞാൻ കണ്ടു. കാരണം എന്തായാലും ഞാൻ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്. കമൻറ്റുകൾ ചിലതൊക്കെ വായിക്കുമ്പോൾ ആ ഒരു ധാരണ പലർക്കുള്ളതായി തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിലെഴുതുന്നത് കൊണ്ട് അവരറിയുന്നില്ല, അവരുടെ ഭൗതിക ശേഷിയാണ് മറ്റുള്ളവർ അറിയുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക നിലവാരമൊക്കെയാണ് മറ്റുള്ളവർ അറിയുന്നത്, അവർ മനസ്സിലാക്കുന്നില്ല. എന്തായാലും അതൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ലോ. എന്തായാലും എഴുതണം എല്ലാവരും. കാരണം അത് എനിക്ക് പഠിക്കാനുള്ളൊരു വിഷയമാണത്, ആളുകളെ കുറിച്ച്.
ആളുകളുടെ പ്രതികരണത്തെക്കുറിച്ച്. കാരണം ഇന്നത്തെ നമ്മുടെ ജനത പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രതികരിക്കണം, അനുകൂലമായാലും പ്രതികൂലമായാലും. കാരണം ഏതൊരു സംഭവം ഉണ്ടായാലും പല ആളുകൾക്കും പല തരത്തിലും പ്രതികരിക്കാനുണ്ടാവുക, അത് സ്വാഭാവികമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ പഴഞ്ചൊല്ല്, അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം. അത് ശരിയാണത്. നിങ്ങൾ നമ്പൂരിയും അദ്ദേഹത്തിൻ്റെ രാൺമൂളിയായ കാര്യസ്ഥനും കൂടി വഴിയിൽ കൂടെ നടന്ന് പോകുമുണ്ടായ സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് അവർ രണ്ടുപേരും നടന്നു പോകാറുന്നു. അപ്പോൾ വഴികരികിലെ ഏതോ വീട്ടിൽ നിന്ന് മീൻ പൊരിക്കുന്ന മണം വരുന്നു. ഛേ എന്ന് പറഞ്ഞ് ഈ നമ്പൂതിരി മൂക്കുപൊത്തി. ഉടനെ കാര്യസ്ഥനും മൂക്കുപൊത്തി. അപ്പോൾ മീനോട് വലിയ കൊതിയുള്ള ആളാണ് കാര്യസ്ഥന് നമ്പൂതിരിക്കറിയാം. അപ്പോൾ ആളെ ഒന്ന് ആക്കാനായിട്ട് നമ്പൂതിരി ചോദിച്ചു, അല്ല, ഞാൻ മൂക്ക് പൊത്തിയത് ആ പൊട്ട മണം മൂക്കിൽ കയറാണ്ടിരിക്കാനാ, നീ എന്തിനാ കൊത്തിയേ? അപ്പോൾ ആ കയറിയ നല്ല മണം പുറത്തേക്ക് പോവാണ്ടിരിക്കാനാണെന്ന്. അപ്പോൾ സംഗതി ഒന്നുണ്ടായത് അല്ലേ? നീ വറുത്ത മണം വന്നു, പക്ഷേ രണ്ടാളിൽ രണ്ട് പ്രതികരണമാണ് ഉണ്ടായത് അല്ലേ? അത് സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാവരും പ്രതികരിക്കണം. അപ്പോഴാണ് നമുക്ക് ഓരോരുത്തരും മനോഗതി, ചിന്താഗതി ഒക്കെ ഒരു ഫീഡ്ബാക്കായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ എന്തായാലും ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിരീക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. കാരണം നമ്മൾ വാക്കുകൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. എപ്പോഴും ആ ഒരു എന്താ പറയുക, ആ പ്രത്യേകതയാണ് നമ്മൾ കണ്ണിൽപ്പെടേണ്ടത്. അത് പ്രത്യേകതയാണ് ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അറിയാം എന്താണ്, ഒക്കെ വൈവിധ്യമാണ് അല്ലേ? ഒരാളെ പോലെ മറ്റൊരാളുണ്ടോ? ഇപ്പം എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ രൂപത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ശബ്ദത്തിൽ, എൻ്റെ കണ്ണിൻ്റെ ഇതിൽ വേറെ ആരെങ്കിലും ലോകത്തുണ്ടോ? ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങളും അങ്ങനെയാണ്. നിങ്ങളെപ്പോലെ ലോകത്ത് വേറൊരാളും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ യൂണിക്കാണ്, നിങ്ങൾ അതുല്യരാണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് വേറൊരാളും ഇല്ല, നിങ്ങൾ മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും അതുല്യരാണ്. അങ്ങനെയാണ് ഭൂമി സൃഷ്ടി. ഇത് മനസ്സിലാക്കാത്ത ചില വിഭാഗം ആളുകൾ, നമ്മുടെ ബുദ്ധിമാന്മാരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത് വലിയൊരു പ്രശ്നം നമുക്ക്. മനസ്സിലായ? വൈവിധ്യം ഇൻഫർമേഷനാണ്, വിവരമാണത്, അറിവാണത് വൈവിധ്യം. നമ്മൾ ചെടികളെ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ്? അത് വൈവിധ്യമുള്ളത് കൊണ്ടാണ്. അല്ലാതെ എല്ലാ ചെടിയിലും ഒരുപോലെ ചെടിയെ തിരിച്ചറിയുക. അപ്പോൾ വൈവിധ്യം എന്ന് പറഞ്ഞാൽ വിവരമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുക, ഡൈവേഴ്സിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം. ഡൈവേഴ്സിറ്റി വേണം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുക, യൂറോപ്യന്മാർ ഒരു വേറെ കളറാണ്, ആഫ്രിക്കക്കാർ വേറെ കളറാണ്. അതുകൊണ്ട് നമുക്കെന്തുണ്ടോ, ആഫ്രിക്കക്കാരനും യൂറോപ്യനും പെട്ടെന്ന് തിരിച്ചറിയാം. എങ്കിൽ പോലും ആഫ്രിക്കനെയും യൂറോപ്പിനെയും തിരിച്ചറിയുന്ന പോലെ ആഫ്രിക്കക്കാരെ തന്നെ നമ്മൾ കണ്ടപ്പെട്ട തിരിച്ചറിയുന്നുണ്ട്. അവർക്കൊരു പാറ്റേൺ ഉണ്ട് ഇല്ലേ? കുറേ ആഫ്രിക്കക്കാർ വന്ന് അവർക്ക് എല്ലാവരും ആഫ്രിക്കക്കാരാണോ അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്? അവർക്കൊരു പാറ്റേൺ ഉണ്ട്. മുടിക്കൊരു ചുരുണ്ട മുടി, തടിച്ച ചുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പാറ്റേൺ ഉണ്ട്, അത് തിരിച്ചറിയാം. അപ്പോൾ ഒരേ പാറ്റേൺ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കും. അതുപോലെ വെറൈറ്റിയും നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കും ഇല്ലേ? അതുപോലെ നമ്മൾ ഇനി ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അഡ്ജക്റ്റീവുകളെ കുറച്ച് തന്നിരുന്നു ഗ്രൂപ്പായിട്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ഒരു അവസാന ഭാഗം നോക്കിയേക്ക്, ഒടുവിലത്തെ ഏറ്റവും പിന്നിലത്തെ വെച്ചാൽ അതിൻ്റെ ആ സൗണ്ടിൻ്റെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇല്ലേ? അത് ഉദാഹരണം ആയിക്കെടുത്ത് നോക്കുക. ഏറ്റവും പിന്നെ ലാസ്റ്റ് എബിൾ, റീഡബിൾ, പാർഡനബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എബിൾ എന്നിൽ അവസാനിക്കുന്നത് അതൊക്കെ ഒരു നാമവിശേഷണത്തിന് ഉദാഹരണമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ആ മലയാളത്തിലൊരു എന്തെങ്കിലും വലിയ വ്യത്യാസം നോക്കിയിട്ടുണ്ടോ? അഡ്ജക്റ്റീവിന് തിരിച്ചറിയാൻ എന്തെങ്കിലും വിശേഷം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ? നമുക്കറിയാം, സത്യസന്ധനായ, മനോഹരമായ,
അങ്ങനെ ഒരു ആയ എന്നുള്ളതാണ് സുന്ദരമായ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള, ഭാരമുള്ള, നീളമുള്ള. അപ്പോൾ ആയ എന്നതിൽ അവസാനിക്കുന്നതും ഉള്ള എന്നതിൽ അവസാനിക്കുന്ന വാക്കുകളാണ് സാധാരണ മലയാളത്തിൽ എന്ത് അഡ്ജക്റ്റീവായി വരുന്നത്. ഇംഗ്ലീഷിൽ അതുപോലെ എബിൾ, റീഡബിൾ, പാർഡണബിൾ, ചാരിറ്റബിൾ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ അഡ്ജക്റ്റീവ് ആണ്. മിക്കവാറും ചിലതൊക്കെ മാറ്റം വരുന്നുണ്ടാ. പിന്നിലത്തെ അല്ലെങ്കിൽ ഒടുവിലത്തെ അക്ഷരം നോക്കി നമുക്ക് പ്രത്യേകതകളൊക്കെ പഠിക്കാം. അപ്പോൾ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പരിചയത്തിലും കൂടെ മാത്രം ഇതൊക്കെ സിദ്ധിക്കാൻ, അതായത് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് സിദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് തന്നത്. ആ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിരീക്ഷണ പാഠവത്തോടെ നിങ്ങൾ അത് പഠിക്കുക. അപ്പോൾ ഒടുവിലത്തെ അക്ഷരം മാത്രം കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ഒരു 95-96% ശരിയാവും. വളരെ അപൂർവമായിട്ടൊക്കെ ഒന്ന് വ്യത്യാസം വരും. ഇപ്പം നമ്മളിപ്പോൾ ന്യൂട്രലിൻ്റെ ഡ്രസ്സ് വന്നതിന് ശേഷം ഒരു രസകരമായ സംഭവം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. കാരണം അത് അങ്ങനെ ഒരു കോളേജിലേക്കോ അത് പ്ലസ് 1 സ്കൂളിലേക്ക് മറ്റേ പോയിപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികളൊക്കെ ഈ ന്യൂട്രൽ ജെൻഡർ ഡ്രസ്സ് ഇട്ടിട്ടാണ് അത് പറയാൻ വന്നിട്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. ആണും പെണ്ണും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഡ്രസ്സ്. പിൻഭാഗം നോക്കിയിട്ടൊക്കെ അതിന് ചിലപ്പോൾ മനസ്സിലാക്കുക ഇന്ത്യ വരിക ആണാണോ പെണ്ണാണോ. അപ്പോൾ ഞാൻ പിൻഭാഗം ഞാൻ പിന്നിലത്തെ മുടിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ മുടി നോക്കിയിട്ട് ഒക്കെ മനസ്സിലാക്കേണ്ട ഗതികേട് വരുത്തുന്ന ഡ്രസ്സ് എന്നൊക്കെ എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞിട്ട് ഒരു തമാശക്കഥയൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നോട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ അവൻ സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ ഇപ്പോൾ സിനിമ തുടങ്ങിയപ്പോൾ അവൻ്റെ തൊട്ടടുത്ത 1-2 സീറ്റുകൾ ഒഴിഞ്ഞെടുക്കാം. അപ്പോൾ സിനിമ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് ഒരു ലേഡി വന്നിരുന്നു. ലേഡിയായിട്ട് ആളൊക്കെയാണ് തോന്നിയത്. അങ്ങനെ ഇൻ്റർവെല്ലാം പറയുമ്പോൾ ലേഡി പെട്ടെന്ന് തന്നെ സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് സിഗരറ്റ് ലൈറ്റർ ഒന്ന് കത്തിച്ച ശേഷം മുഖം കാണുന്നത്. മുഖം കൊണ്ടപ്പോഴാണ് മനസ്സിലായത് ആ തട്ടകത്തെ അമ്പലത്തിലെ ചെറുപ്പക്കാരനായ ഈ വെളിച്ചപ്പാടായിരുന്നത്. അപ്പം പെട്ടെന്ന് പറഞ്ഞു, എന്താ കാണിക്കുന്നത്, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചാൽ അല്ല. അത് പറഞ്ഞു പിന്നിലത്തെ പിള്ളേരെ കൊണ്ട് ഭയങ്കര ശല്യം. ഒരു 10-12 വയസ്സുള്ള ഒരു 4 പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിഗരറ്റ് ലൈറ്റർ കെട്ട വശം ബാക്കിൽ 4 പേരെ കാണാനില്ല. അപ്പോൾ ചിലപ്പം ആളുകൾ പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിക്കും. ഇതുപോലെ പെട്ടെന്ന് ഇവൻ തെറ്റിദ്ധരിച്ച പോലെ ലേഡി ആയിരുന്നില്ല. അങ്ങനെയൊക്കെ അപൂർവം സംഭവിക്കാം എന്ന് മാത്രം. എങ്കിലും ഒരു വിധമൊക്കെ എന്തുണ്ട്, നമുക്ക് ഈ വാലറ്റം നോക്കി, അതായത് ഏറ്റവും ഒടുവിലത്തെ സിലബിളുകൾ അക്ഷരം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അഡിക്റ്റീവാണോ എന്ന് തീരുമാനിക്കാം. അനേബിൾ എന്ന് പറയുമ്പോൾ അതിൽ ബിള്ളാണ്, പക്ഷേ അത് വെർബാണ്. ചിലപ്പോഴൊക്കെ തെറ്റി വരും. നേരത്തെ നമ്മൾ പറഞ്ഞ പിള്ളേർക്ക് തെറ്റുപറ്റിയ പോലെ ചിലപ്പോഴൊക്കെ തെറ്റുപറ്റിയെന്ന് വരാം. അത് അപൂർവം, അത് അപൂർവമാണ്. എങ്കിലും നമ്മുടെ എക്സ്പീരിയൻസോടെ അത് മറികടക്കാനാകും. അതുപോലെ എലിജിബിൾ, ടെറിബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്രെഡിബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാമവിശേഷനാണ്. അതുപോലെ അപ്പോൾ എബിളിൽ വരുന്നത് അതുപോലെ ഇമാജിനേറ്റീവ്, ഭാവനാത്മകമായ, അല്ലെങ്കിൽ അതുപോലെ ഭാവനാപരമായ എന്നൊക്കെ ഭർത്താവിൻ്റെ അത് എന്താണ്, ഇമാജിനേറ്റീവ്. നെഗറ്റീവ്, നിഷേധാത്മകമായ, മനസ്സിലായ. അതുപോലെ എഫർമേറ്റീവ്, സ്ഥിരീകരിക്കുന്ന. എഡ്യൂക്കേറ്റീവ്, വിദ്യാഭ്യാസപരമായ, പഠനാത്മകമായ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ഏതാ വന്നിട്ടുള്ളത്, അതുപോലെ ഇതുപോലെ മൈറ്റി,
ബാമി, ഗ്രീസി അങ്ങനെ വരുന്നത്. സെൽഫിഷ്, ഡെവിളിഷ്, സെൽഫിഷ് സ്വാർത്ഥതയുള്ള, സെൽഫിഷ്, ഡെവിളിഷ് പൈശാചികമായ കണ്ട ഇഷ് ഇഷ് എന്നൊക്കെ വരുന്നത്. അങ്ങനെ ഒരു കൂട്ടം. പിന്നെ ചൈൽഡ്ലെസ്, കുട്ടിയില്ലാത്ത, കൗൾഡ്ലെസ് മേഘമില്ലാത്ത അങ്ങനെ വരുന്നത്. ലെസ് 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 വരുന്നത്. അതുപോലെ കെയർഫുൾ എന്ന് വെച്ചാൽ ശ്രദ്ധയുള്ള, അതുപോലെ ബ്യൂട്ടിഫുൾ മനോഹരമായ, ജോയ്ഫുൾ സന്തോഷകരമായ, ആനന്ദകരമായ, കണ്ട ഫുൾ എന്ന് വരുന്നത്. പിന്നെ ജാഗ്രതയുള്ള, കോഷ്യസ്, ആപൽക്കരമായ, പെരിലിയസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്നൊക്കെ പറഞ്ഞ് കണ്ട OUS വരുന്നത്. അതുപോലെ പാർഷ്യൽ, ഇനീഷ്യൽ, ഇമ്പാർഷ്യൽ നോക്കുക. പാർഷ്യൽ ഭാഗികമായ, ഇനീഷ്യൽ പ്രാരംഭമായ, ഇമ്പാർഷ്യൽ പക്ഷപാതമില്ലാത്ത, നിഷ്പക്ഷമായ എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതിൽ അങ്ങനത്തെ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് ഇത് തിരിച്ചുണ്ട്. അതുപോലെ ചില വാക്കുകൾ ഒന്നിലും പെടാത്തതുമുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ വഴിയില്ലേ. അപ്പോൾ നമ്മൾ ആണും പെണ്ണുള്ള പോലെ ആണും പെണ്ണില്ല, വളപൂർവ്വം കുറച്ച് വാക്കുകൾ ആളുകൾ ആണും പെണ്ണില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, നപുംസങ്ങൾ എന്ന് പറഞ്ഞ് ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് വാക്കുകളൊക്കെ അതല്ലാത്തതുകൊണ്ട് അതിനെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. അങ്ങനെ നമ്മളൊരു പാറ്റേൺ നമ്മൾ മനസ്സിൽ രൂപീകരിക്കുക. വളരെ അപൂർവത്തിലൊക്കെ തെറ്റ് പറ്റാം, നേരത്തെ പിള്ളേർക്ക് പറഞ്ഞ പോലെ പറ്റിയ പോലെ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇത് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്. നിങ്ങൾ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് ഇതൊക്കെ കിട്ടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതിന് പ്രത്യേക റൂൾസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചൊരു പാറ്റേണൊക്കെ, അതൊക്കെ യുക്തി പാറ്റേണൊക്കെ വിചാരിച്ച്, പിന്നെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു കള്ളനോട്ട് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഒരു കാഷ്യരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് പിടിക്കാൻ പറ്റില്ല. അങ്ങനെ കനം നോക്കുക, അതിൻ്റെ മഷീരെ കളർ നോക്കുക, അങ്ങനെ പറഞ്ഞ് നമുക്ക് പറ്റില്ല, പറഞ്ഞുകൊണ്ട് പറ്റില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് മാത്രമേ. ഒരു കയ്യിൽ എടുക്കുമ്പോഴേക്കും ബാങ്കിൽ ഉദ്യോഗസ്ഥരെ കാഷ്യർമാരൊക്കെ പെട്ടെന്ന് അത് എന്തെന്ന് പറയും, അത് കള്ളനോട്ടം നല്ല നോട്ടം, എക്സ്പീരിയൻസ്. അതേപോലെ ചില കാര്യങ്ങൾ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പറഞ്ഞിട്ട് മുഴുവൻ തരാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിറം. അപ്പോൾ ഒരു കുട്ടി നിങ്ങളോട് ചോദിച്ചു നിറം എന്താണെന്ന് 1-2 വാചകങ്ങളിൽ പറഞ്ഞു തരാൻ പറഞ്ഞാൽ സംക്ഷിപ്തമായി പറയാം. എന്നിട്ട് അതിന് ഇംഗ്ലീഷിൽ പറയും നിർവചിക്കുക, അല്ല ഇംഗ്ലീഷിൽ ഡിഫൈൻ എന്ന് പറയും. എന്നാൽ നിർവചിക്കുക എന്നർത്ഥം. അപ്പോൾ നിർവചിക്കാൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാത് പറ്റുമോ നിങ്ങൾക്ക്? നീ ട്രൈ ചെയ്ത് നോക്കിയേ. നിറം എന്താണെന്നുള്ള ഉത്തരം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒരു ക്വിസായിട്ട് എടുക്കുക, നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു അധ്യാപകൻ്റെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല, മനസ്സിലായ? അപ്പോൾ അങ്ങനെ ചിലത് ചിലപ്പോൾ വരാറുണ്ട്, പറ്റില്ലേ? നമുക്ക് എക്സ്പീരിയൻസ് മാത്രമേ കിട്ടൂ. നിറം എന്നുള്ളത് ഒരാളെ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് എരികൂടി പറ്റുള്ളൂ, അത് അനുഭൂതിയുടെ മാത്രമേ പറ്റുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ചിലതൊക്കെ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ കുറേ അഡ്ജക്റ്റീവ് സെറ്റായി തന്നത്. നിങ്ങളത് കുറേയൊക്കെ വായിച്ചും എഴുതിയും പഠിച്ചൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പരിചയം വരുമ്പോൾ നമുക്കത് സ്വയം അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനാണ് അങ്ങനെ തന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള അഡ്ജക്റ്റീവിനെ കുറിച്ച് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ് എന്ന് മനസ്സിലാക്കുക. അതായത് എല്ലായ്പ്പോഴും നമുക്ക് അഡ്ജക്റ്റീവുകൾ, സാധാരണ അഡ്ജക്റ്റീവുകൾ എന്ന് വെച്ചാൽ കന്നം അല്ലെങ്കിൽ അവയുടെ നീളം, വീതി, വണ്ണം, പ്രകൃതം ഒക്കെ വെച്ച് അവയെ തുടങ്ങിയ വിശേഷങ്ങളെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സ് അഥവാ വിശേഷങ്ങൾ വെച്ച് ഒരു നാമത്തെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ പറയാൻ പറ്റണം എന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് നാമത്തിൻ്റെ കൂടെ അത്തരം വിശേഷണങ്ങൾ പോരാതെ വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇതൊരു ചോദ്യം നമ്മുടെ മുന്നിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാരണ വിശേഷങ്ങൾ വെച്ചാൽ പോലും ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സാധന നാമത്തെ തിരിച്ചറിയാൻ പറ്റാത്ത എന്തെങ്കിലും സന്ദർഭങ്ങളോ അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിലുണ്ട്? അത് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ഇത് കാണിച്ചു തരാം, നിങ്ങളങ്ങോട്ട് നോക്കുക.
അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരേപോലെയുള്ള പ്രകൃതവും അതുപോലെ തന്നെ ഉയരം വണ്ണൊക്കെ ഒരേപോലെയുള്ള രണ്ട് സ്ത്രീകളെയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? അതിൽ ഒരാളുടെ പേര് ഉമ എന്നും മറ്റാളുടെ പേര് രമ എന്നാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഇതിലേതാണ് ഉമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് അവരെ തൊട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല അല്ലേ? ചൂണ്ടി കാണിച്ചു തരാനും പറ്റില്ല. അത് ശരിയല്ലതാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ? എഴുതുന്ന സ്ത്രീ ഉമ. ഇപ്പോൾ ഉമ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലോ. വായിക്കുന്ന സ്ത്രീ രമ. ഇപ്പോൾ രമ ആരാന്ന് മനസ്സിലായില്ലോ. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇരിക്കുന്ന സ്ത്രീ ഉമ, നിൽക്കുന്ന സ്ത്രീ രമ. ഇപ്പം നിങ്ങൾക്ക് ആരാണ് ഉമ എന്നും ആരാണ് രമ എന്നും മനസ്സിലായല്ലോ. എപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായത്? അവർ ചെയ്യുന്ന പ്രവൃത്തിയെ തന്നെ വിശേഷണമായിട്ട് ഉപയോഗിച്ചപ്പോൾ അല്ലേ? അപ്പോൾ ഒരു എഴുതുന്ന ആളാണ് ഉമ, അതുകൊണ്ട് ഞാൻ എഴുതുന്ന സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ അത് ഉമയായി, നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ വായിക്കുന്ന രമ വായിക്കുന്നു അല്ലേ? അപ്പോൾ ആ സ്ത്രീയെ വായിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ അത് രമയാണ്, നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ ക്രിയയെ തന്നെ വിശേഷണമായി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് വർത്തമാനകാല പേരച്ചം അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഉൽപ്പത്തി വികാസമൊക്കെ നമുക്ക് പഠിക്കാം. ഇനി ബോർഡിലേക്ക് നോക്കുക. ഈ ബോർഡിൽ 3 കോളംസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൽ ക്രിയയുടെ ഫസ്റ്റിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ക്രിയയുടെ മൂലരൂപം എന്ന് പറയും. ഇംഗ്ലീഷിൽ ബേസ് ഫോം എന്ന് പറയും. വെർബിൻ്റെ ബേസ് ഫോം അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് വായിക്കുക, എഴുതുക, നിൽക്കുക, ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ മൂലരൂപമാണ്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിരിക്കും, വിശദീകരണം വേണ്ട. കാരണം ഒരു മൂലരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെ മൂലം എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു വിത്ത് പോലെ, ആ വിത്തിൽ നിന്നുള്ള ചെടി ഉണ്ടാകുന്നത് എന്ന പോലെ അതിൻ്റെ മൂലം അടിസ്ഥാനം നിർത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ കണക്കാക്കിയാൽ മതി. ഏത് ക്രിയ ഏതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആ വാക്കിന് അതിൻ്റെ മൂലരൂപം എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ വായിക്കുക, എഴുതുക, നിൽക്കുക, ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അതിന് തുല്യമായി ഇംഗ്ലീഷാണ്. വായിക്കുക എന്നുള്ളതിന് റീഡ്, എഴുതുക എന്നുള്ള റൈറ്റ്, നിൽക്കുക എന്നുള്ള സ്റ്റാൻഡ്, ഇരിക്കുക എന്നുള്ളതിന് സിറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഇനി അത് സാമാന്യ വർത്തമാനകാലം ആണ് അടുത്തതിൽ വരുന്നത്. എന്താണ് സാമാന്യ വർത്തമാനം എന്ന് അറിയാം? വരാൻ പോകുന്നതല്ല, കഴിഞ്ഞതല്ല, നമ്മൾ പറയുന്ന സമയത്തുള്ളത്, അതിനെ വർത്തമാനകാലത്തെന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന സമയത്തുള്ള കാലത്തെയാണ് വർത്തമാനം എന്ന് പറയുക. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ എന്തെന്ന് പറയും? വർത്തമാനകാലത്തിൽ ക്രിയ എന്ന് പറയും. ഇത് മൂലരൂപത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു നോക്കുക മലയാളത്തിൽ. നോക്കുക, ഈ കാലത്തിൽ ആക്കുമ്പോൾ ഇതാണ് ഏറ്റവും ലളിതമായ വർത്തമാനകാലം. അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിനെ നോക്കും, മലയാളം അതിന് നോക്കുക. എന്താണ്? വായിക്കുക എന്നുള്ളത് വായിക്കുന്നു എന്നാകുന്നു, എഴുതുക എന്നുള്ളത് എഴുതുന്നു എന്നാകുന്നു, നിൽക്കുക എന്നുള്ളത് നിൽക്കുന്നു, ഇരിക്കുക എന്നുള്ളത് ഇരിക്കുന്നു. ഉണ്ണു ഇല്ല അല്ലേ? ഉണ്ണുവിൽ ആവുന്നു അല്ലേ? ഉണ്ണു ഇങ്ങനെ ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ? അതിൻ്റെ അവസാനം വരുന്ന ഒടുവിലത്തെ അക്ഷരത്തിൻ്റെ ശബ്ദത്തിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നിൽ അവസാനിക്കുന്നത് ആയിത്തീരും മലയാളത്തിലാണെങ്കിൽ. എപ്പോഴും നമ്മൾ പറഞ്ഞു പാറ്റേൺ ശ്രദ്ധിക്കണം, ഒടുവിലത്തെ ശബ്ദവിന്യാസം ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു. അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിലോ എന്താ ബേസ് റീഡ് തന്നെ, റൈറ്റ് തന്നെ, സ്റ്റാൻഡ് തന്നെ, സിറ്റ്. അപ്പോൾ മൂലരൂപം തന്നെയാണ് എന്തിൽ ഉപയോഗിച്ചാൽ മതി. അതിൽ സാമാന്യ വർത്തമാന രൂപം അഥവാ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി? അത് വായിക്കുന്നുള്ളതിന് റീഡ്, വായിക്കുക എന്നുള്ള റീഡ്, വായിക്കുന്നുള്ളതിനും റീഡ് തന്നെയാണ്. എഴുതുക എന്നുള്ളതിനും എഴുതുന്നുള്ളതിനും റൈറ്റാണ്. നിൽക്കുക നിൽക്കുന്നുള്ളതിനും ഇംഗ്ലീഷിൽ ഒരേ വാക്കാണ്. സ്റ്റാൻഡ് തന്നെയാണ്. സിറ്റ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ? ഇനി മൂന്നാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഭൂതകാല പേരച്ച്, വർത്തമാനകാല പേരച്ചെന്ന് പറയും. വർത്തമാനകാല പേരച്ചം എന്താണെന്ന് നോക്കാം.
അഥവാ സിമ്പിൾ അല്ല പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ? ഇപ്പോൾ നോക്കൂ, വായിക്കുന്നു എന്നുള്ളത് വർത്തമാനകാല പേരച്ചാകുമ്പോൾ വായിക്കുന്ന എന്നാവും. അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ വായിക്കുന്ന എന്നാവും എന്നർത്ഥം. എഴുതുന്നു എന്നുള്ളത് എന്താവും നോക്കുക, എഴുതുന്ന. അവർ നിൽക്കുന്നു എന്നുള്ളത് നിൽക്കുന്ന, ഇരിക്കുന്നുള്ളത് ഇരിക്കുന്ന. അപ്പോൾ ഒന്നും വായിക്കുന്നാന്നോ, ആ ശബ്ദം മാറ്റി ഊശബ്ദം മാറ്റി ആ ശബ്ദം ആക്കിയാൽ വർത്തമാനകാല പേരച്ചം അഥവാ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിലെ രൂപം കിട്ടും. അത് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അതല്ലേ, സിമ്പിളാണത്. ഇംഗ്ലീഷിൽ നോക്കുക, ING ആയിരുന്നു അല്ലേ. റീഡ് റീഡിങ്, റൈറ്റ് റൈറ്റിംഗ്, സ്റ്റാൻഡ് സ്റ്റാൻഡിങ്, സിറ്റ് സിറ്റിങ്. സിമ്പിൾ, വളരെ സിമ്പിളാണ് അല്ലേ. ബേസ് ഫോമിലൂടെ ING ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കിട്ടും എന്ന് മനസ്സിലായി. വളരെ സിമ്പിളാണത് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അർത്ഥം ശരിക്കും പഠിച്ചാൽ മതി. വെറുതെ ING ചേർക്കുന്നത് പഠിച്ചു വെച്ചാൽ മതി. വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള പഠനം കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം ചെയ്ത് അത് ഉറപ്പിച്ചാൽ മതി. അത് നമുക്ക് അഭ്യാസമായി തരാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കാം. നമുക്ക് അഡ്ജക്റ്റീവുകളെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ നീളം വളരെയധികം കൂടിപ്പോയി. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ അഭ്യാസങ്ങൾ, ഉത്തരങ്ങൾ ഇന്നത്തെ വീഡിയോസിൻ്റെ കൂടെ ചേർക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോസിൻ്റെ കൂടെ തരാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.